ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ ഒരു രണ്ടാഴ്ച മുമ്പേ എനിക്ക് നമ്മൾ ഈ ലൈക്ക ആശീർവാദ് പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ടൈമിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു. അപ്പൊ ആ ടൈമിലുള്ള കമന്റുകൾ, ഹേറ്റേഴ്സിന്റെ കമന്റുകളെ പറ്റി ഞാൻ ചിന്തിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പൊ മാത്രമല്ല, ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ലാലേട്ടന് വന്ന ഈ എന്താ പറയാ സിനിമകൾ, മോശം സിനിമകൾ ചെയ്യുന്നതും അതിനെപ്പറ്റി അവരെടുത്തോണ്ട് ആഘോഷിച്ചത്. ലാലേട്ടന്റെ ഈ ഒരു താഴ്ച ഭയങ്കരമായിട്ട് ആഘോഷിച്ചു അവര്. പക്ഷെ അവര് മറന്നുപോയ കാര്യമുണ്ട്. മറന്നുപോയ കാര്യമായിരിക്കില്ല, അവരെ അറിഞ്ഞുകൊണ്ട് മറക്കുന്ന കാര്യമാണ്. എപ്പോഴും ഈ ഹേറ്റേഴ്സ്, ലാലേട്ടന്റെ ഹേറ്റേഴ്സ് എല്ലാവർക്കും ഉള്ളിൽ കറക്റ്റ് സത്യം എന്താണ് എന്ന് അറിയാം. ഇൻ ദ സെൻസ്, മലയാളത്തിലെ ഏറ്റവും വലിയ സ്റ്റാർ ആരാണെന്ന് അവർക്കറിയാം. ഞാൻ എങ്ങനെ പറയുന്നത് വെച്ചാല്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ സ്നേഹിക്കുന്ന ഒരാളാണ് മോഹൻലാൽ. ഒരാളെന്നല്ല, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ സ്നേഹിക്കുന്ന ആള് മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറെയാണ്, അല്ലെങ്കിൽ മോഹൻലാലിനെയാണ്. ഇത് ചുമ്മാ പറയുന്നതല്ല, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. കഴിഞ്ഞ 47 വർഷങ്ങളായിട്ട് ആ സ്നേഹം നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വിസിബിൾ ആയിട്ട്, വളരെ എവിഡന്റ് ആയിട്ട് അറിയുന്ന കാര്യമാണ്. ലാലേട്ടൻ ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു, ഞാൻ രണ്ടു തരം ആക്ടേഴ്സിനാണ് ഞങ്ങൾക്ക് പറയുന്നത്. എന്റെ ഇതിൽ രണ്ടു തരം ആക്ടേഴ്സ് ആണ് ഉള്ളത്. അതിൽ ഒന്ന് ലാലേട്ടനും ഒന്ന് ബാക്കിയുള്ള ആക്ടേഴ്സും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ, കാരണം നമ്മൾ മലയാളികൾ ലോകത്ത് പല രാജ്യങ്ങളായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ മലയാളികളാൽ സ്നേഹിക്കപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ മലയാളി ഏറ്റവും കൂടുതൽ മലയാളികൾ സ്നേഹിക്കുന്ന ഒരാൾ, അത് ലാലേട്ടനല്ലേ? ആ സ്നേഹം നമ്മൾ എത്ര വർഷങ്ങളായിട്ട് കാണുന്നല്ലേ? നമുക്കറിയാം, മൂവി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ നമ്മളൊരു എന്റർടൈൻമെന്റ് ആണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമ്മൾ എന്റർടൈൻഡ് ആവാനുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് വഴിയാണ് സിനിമ. അതുകൊണ്ടൊക്കെ തന്നെയാണ് വേറെ ഏത് കലാരൂപങ്ങളിലേക്കാളും സിനിമ ഭയങ്കര പോപ്പുലർ ആയത് നമ്മളെ ആൾക്കാരുടെ ഇടയിൽ. സിനിമയോളം പോപ്പുലറായ വേറൊരു ഒരു എന്റർടൈൻമെന്റ് നമുക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നമ്മൾ ലാലേട്ടൻ. അപ്പൊ നമ്മളെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ സ്നേഹിക്കുന്ന ആള് അത് ലാലേട്ടനാണ്. കാരണം നമുക്കത് അദ്ദേഹത്തിന്റെ സിനിമകളോട് നമ്മൾ എത്ര വർഷങ്ങളായിട്ട് കാണുന്നതാണ്. പൃഥ്വിരാജ് പറഞ്ഞ വാക്ക് കണ്ടെടുക്കുകയാണെങ്കിൽ, ലാലേട്ടനൊക്കെ എൻഗ്രേവ്ഡ് ഇൻ അവർ സിസ്റ്റമാറ്റിക് കൾച്ചർ. അതായത് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമ്മളൊരു വെറും ആക്ടർ അല്ല മോഹൻലാൽ എന്ന് പറഞ്ഞാൽ. നമുക്കൊരു നമ്മളെ സിസ്റ്റം, നമ്മളെ കൾച്ചറിൽ, നമ്മളെ ജനിച്ച് വളർന്ന് വരുമ്പോ ഉള്ള ആ ഒരു നമ്മളെ മനസ്സിൽ പതിഞ്ഞു പോയി എൻഗ്രേവ് ചെയ്യപ്പെട്ട ഒരു ഇമേജ് ആണ്. ഒരു നോട്ട് ജസ്റ്റ് എൻ ആക്ടർ. നമുക്ക് അങ്ങനെ ഒരു ജസ്റ്റ് എൻ ആക്ടർ മാത്രമല്ല അദ്ദേഹം. സോ അത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം എന്നും. അതിനപ്പുറത്തേക്ക് വേറൊരു നടൻ ഇതുവരെ വന്നിട്ടുമില്ല, ഇനി വരികയും ഇല്ല എന്നുള്ളതിന്റെ തെളിവുകളാണ് എത്ര വർഷങ്ങളായിട്ട് നമ്മൾ സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മൾ കാണുന്നതാണ്. അപ്പം അത് അറിഞ്ഞിട്ടും അറിയാതെ ഭാവിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഒരു ഡൗൺഫാൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഹേറ്റേഴ്സ് എടുത്തിട്ട് ഭയങ്കരമായിട്ട് വിമർശിക്കുന്നത്. അതിനുള്ള റീസൺ, അവരുടെ രോഷം നമുക്ക് മനസ്സിലാവും. കാരണം അവര് ആരാധിക്കുന്ന ഏത് ആക്ടറാണോ, കാരണം ഈ ലാലേട്ടൻ എന്ന് പറഞ്ഞ എപ്പോഴും അൺറീച്ചബിൾ ആയിട്ടുള്ള, ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ആ ഉയരത്തിൽ ഇനി എത്ര സിനിമ പൊട്ടിയാലും, ഇനി ഒരു 100 സിനിമ അദ്ദേഹത്തിന്റെ ഒരുമിച്ച് പരാജയപ്പെട്ടാലും 101ാമത്തെ സിനിമ ഒരു ചെറിയ പോസിറ്റീവ് ആണെങ്കിൽ അതായിരിക്കും മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്നേഹമാണ്, അദ്ദേഹത്തിനോടുള്ള സ്നേഹം, നമ്മളെ ഉള്ളിൽ അലിഞ്ഞ ഒരു സ്നേഹം. എല്ലാവരുടെ ഉള്ളിൽ ഒരു മോഹൻലാൽ ഫാൻ ഉണ്ട് എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ഡൗൺഫോൾ വന്നപ്പം, കാരണം ഇതൊക്കെ ആദ്യമായിട്ട് സംഭവിച്ച പോലെ, ഇതൊരു ആദ്യമായിട്ട് ലോകത്തൊരു ആക്ടർക്ക് ഡൗൺഫോൾ വന്ന പോലെയാണ്. നമ്മളൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ആസ് എ മോഹൻലാൽ ഫാൻ ഞാൻ എപ്പോഴും കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, തെറ്റുകൾ കണ്ടാൽ അപ്പൊ നമ്മളത് പറയും. ലാലേട്ടൻ മോശം സിനിമ ചെയ്താൽ മോശം സിനിമ എന്ന് പറയുള്ളൂ നമ്മള്. അത് സത്യത്തിലെ ഒരു വലിയ നല്ല കാര്യം എനിക്ക് തോന്നി കേട്ടോ. ബാക്കിയുള്ള ആക്ടേഴ്സിന്റെ ഫാൻസ് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് നമ്മൾ വിമർശിക്കുന്നുണ്ട്. ബറോസിനായാലും എലോണിനായാലും ഇട്ടിമാനിയാണെങ്കിലും മോൺസ്റ്റർ ആണെങ്കിൽ തങ്ങൾ ഏറ്റവും കൂതറ പടം എന്ന് പറയാൻ നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമുക്ക് അത്ര സ്ട്രോങ് ആയിട്ട് അദ്ദേഹത്തെ വിമർശിക്കാൻ കാരണം, അല്ലെങ്കിൽ കഴിയുന്നത് എന്താ, ഒരു വേറൊരു ആക്ടർക്ക് തൊടാൻ പറ്റാത്ത ഹൈറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഏത് ലെവലിലാണെങ്കിലും, ബിസിനസ് വൈസ് ആണെങ്കിലും ഒരു ആക്ടർ എന്നുള്ള നിലയിലാണെങ്കിലും എല്ലാം നമുക്ക് ചെയ്തു തന്ന ഒരാൾ മോഹൻലാലാണ്. മലയാളം ഇൻഡസ്ട്രി ചെയ്ത ആൾ മോഹൻലാലാണ്. സോ ആ ഒരു വിശ്വാസം നമുക്കുള്ളത് കൊണ്ട് തന്നെയാണ് മോശം സിനിമകൾ അങ്ങേര് ചെയ്യുമ്പോൾ നമുക്ക് അദ്ദേഹം ശക്തമായിട്ട് തന്നെ അദ്ദേഹത്തിന് വിമർശിക്കാൻ പറ്റും. കാരണം നേരത്തെ പറഞ്ഞല്ലോ, നെക്സ്റ്റ് ഒരു നല്ല സിനിമ വന്നാൽ മാത്രം മതി, അത് കഴിഞ്ഞ അവിടെ. കാരണം ആ സ്നേഹം എപ്പോഴും ഉണ്ട്. അപ്പം കിട്ടിയ അവസരം മുതലെടുക്കാൻ വേണ്ടി ഒരുപാട് ഹേറ്റേഴ്സ് വന്നു എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ ഒരു മനുഷ്യനെ ഒരു ഏരിയയിൽ കാണാനില്ല, ആരും ആ ഏരിയയിലില്ല. കാരണം അവരെന്നെ പൃഥ്വിരാജ് ലാലേട്ടനെ പോയി ഞെട്ടിയിരിക്കുകയാണ് നമ്മൾ ഈ 24 hours ബുക്ക് മൈ ഷോയിലെ ബുക്കിംഗ് ഒക്കെ കണ്ടിട്ട്. ഇന്ത്യയിൽ നമ്പർ 1 ആണ്. അതുപോലെ നമ്മൾ എപ്പോഴും കളിയാക്കി പറയുന്ന സിനിമകളാണ്. ഹേറ്റേഴ്സ് മാത്രമല്ല, നമ്മൾ ഇവൻ ഫാൻസ് പോലും, ഒടിയനാണെങ്കിലും മരക്കാരാണെങ്കിലും നമ്മളെ സംബന്ധിച്ചോളം അധികം
എന്താ പറയാ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത മൂവീസ് ആണ്. എന്നാൽ പോലും അപ്പോഴും ചിന്തിക്കുന്ന കാര്യം ഇപ്പോഴും മലയാളത്തിലെ ഫസ്റ്റ് ഡേ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമ ഒടിയനാണ്. നമുക്ക് ഏറ്റവും മോശമായ നമുക്ക് ഏറ്റവും സങ്കടം തരുന്ന കാര്യം എന്ന് വെച്ചാല് വിജയ് എന്ന ഒരു അന്യഭാഷ നടന്റെ ചിത്രമാണ് ഇപ്പൊ മലയാളത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസ് ഫസ്റ്റ് ഡേ കളക്ഷൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞ ഒടിയനാണ്. നമ്മളെല്ലാവരും ഇപ്പോഴും കളിയാക്കുന്ന ഒടിയൻ എന്ന് പറഞ്ഞ സിനിമ. മരക്കാർ ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ മലയാളത്തിൽ ഇപ്പോഴും മരക്കാറാണ്, 20 കോടി. അതിന് താഴെ പിന്നെ കുറുപ്പ്, അതിന് താഴെ ഒടിയനാണ് തോന്നുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കളിയാക്കുന്നവർക്കൊക്കെ ഇതൊക്കെ അറിയാം, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഒരു കിട്ടിയ അവസരം മാക്സിമം മുതലാക്കുന്ന രീതിയിൽ അവരവരുടെ വിഷമം തീർക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അവർക്ക് തന്നെ മനസ്സിലായി എന്ത് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മലയാള സിനിമയിൽ ഇത്ര ആഘോഷിക്കപ്പെട്ട ഇത്ര വലിയൊരു സ്റ്റാർ, ഇത്ര വലിയൊരു നടനും വേറെ ആരുമില്ല. ആർക്കും പറ്റില്ല. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അവർ ചെയ്ത് കാണിക്കട്ടെ. അവരുടെ നായകന്റെ അവരുടെ നടന്റെ സിനിമ വരുമ്പോ അവർ ഇങ്ങനെ ഒന്ന് ആക്കി കാണിച്ചു തരട്ടെ. വെരി സിമ്പിൾ ആണ്. വിത്തോട് റെസ്പെക്ട് മമ്മൂക്കന്റെ ബിലാൽ എന്ന് പറഞ്ഞ സിനിമ വരട്ടെ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് ബിഗ് ബി. ബിലാൽ വന്ന ഉറപ്പായിട്ട് ഞാൻ തിയേറ്ററിൽ പോയി കാണാം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ബിഗ് ബി. ബിലാൽ വന്നാൽ ഉറപ്പായിട്ട് നമ്മൾ പോയി കാണും. അപ്പൊ ആ ഒരു ബിലാൽ എന്ന് പറഞ്ഞ സിനിമ, ഒരു വലിയ സിനിമ വരുമ്പോൾ ഈ ഫാൻസ് കാണിച്ചു തരട്ടെ ഈ കളക്ഷനും ഈ റെക്കോർഡും കാര്യങ്ങളൊക്കെ. ഒരിക്കലും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു സ്നേഹം, ഈ ഒരു ലോകത്തിലെ എല്ലാ മലയാളികളുടെ സ്നേഹം നമ്മൾ ലാലേട്ടൻ കൊടുക്കുന്നതാണ്. ഇപ്പൊ ഈ കാണുന്ന ഇനീഷ്യൽ പ്രീ സെയിലിംഗ്. ഇന്നേ വരെ ഒരു മലയാള സിനിമ ചിന്തിക്കുക സ്വപ്നം കാണാൻ പറ്റാത്തതാണ് 35 കോടി 40 കോടിയുടെ പ്രീ സെയിൽ വേൾഡ് വൈഡില്. കേരളത്തിൽ മാത്രം 11 കോടി വെറും പ്രീ സെയിൽ. നമ്മള് ലിയോ ഇനി 3 ദിവസം ബാക്കി നിൽക്കുകയാണ്. ലിയോന്റെ 12 കോടി ഫസ്റ്റ് ഡേ കളക്ഷൻ മേ ബി വെറും പ്രീ സെയിൽ നമുക്ക് വെട്ടിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ 11 കോടിയായി പ്രീ സെയിൽ. എന്താ പറയാ, എമ്പുരാന്റെ പ്രീ സെയിൽ ബുക്കിംഗ്. തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും എല്ലായിടത്തും, നോർത്ത് ഇന്ത്യയിലാണെങ്കിലും നമ്മളെ മലയാള സിനിമയ്ക്ക് നമ്മൾ സ്വപ്നത്തിൽ പോലും നടക്കാൻ വിചാരിച്ച ഫിഗേഴ്സ് ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് എമ്പുരാന്റെ കാര്യത്തില്. സോ ഫസ്റ്റ് ഡേ കളക്ഷൻ ആയിട്ട് ഇപ്പൊ കണക്ക് കൂട്ടുന്നത് 50 കോടിയാണ് എമ്പുരാന്റെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട്. ചിന്തിക്കാൻ പറ്റും നമുക്ക്. 50 കോടി ഫസ്റ്റ് ഡേ കളക്ഷൻ ആയിട്ട് എമ്പുരാൻ വരും. അതിൽ കൂടെങ്കിലും ഉള്ളൂ, കുറയില്ല ഒരിക്കലും എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത്. ലാലേട്ടന്റെ സിനിമ ഇത്. ലാലേട്ടൻ നിങ്ങൾ എത്ര പൃഥ്വിരാജ് സിനിമയാണ്, ടോവിനോയുടെ സിനിമയാണ്, ആ സിനിമ എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. കാരണം ഇത് മോഹൻലാലിന്റെ സിനിമ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇത് മോഹൻലാൽ എന്ന് പറഞ്ഞ ആ ആക്ടറിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു 100 സിനിമ അടുപ്പിച്ച് പരിചയപ്പെട്ടല്ലോ, 101 സിനിമ നല്ലതാണെങ്കിൽ നമ്മളെ മലയാളികൾ ആ സ്നേഹം കൊണ്ട് കാണിക്കും, ഇപ്പം കാണിച്ച പോലെ. അത്രേ ഉള്ളൂ. അപ്പൊ ലാലേട്ടനെ ഒരു ഡൗൺഫാൾ വരുമ്പോൾ നിങ്ങൾ വെറുതെ വിമർശിച്ചിട്ടോ ഈ ഏറ്റേഴ്സ് വന്ന് എന്ത് പറഞ്ഞിട്ടാ ഇതിനപ്പുറത്തെ ഒരു മറുപടി ആരും പറയേണ്ട ആവശ്യമില്ല. ഈ എമ്പുരാൻ ഇപ്പം ഒരു പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത്, നമ്മൾ ആരും ഈ എസ്പെഷ്യലി നമ്മളെ ഹേറ്റേഴ്സിനും ആൾക്കാർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്താണ് മോഹൻലാൽ എന്നുള്ളത്. നമ്മൾ ചുമ്മാ പറയുന്നതല്ല, ഇത് മോഹൻലാൽ ഗുഡ് ആണെന്ന് പറയാനുള്ള കാരണം 2013 ദൃശ്യം മലയാള സിനിമയ്ക്ക് 50 കോടി സ്വപ്ന തുല്യമായി നിൽക്കുന്ന സമയത്താണ് 2013 ദൃശ്യം വന്നത്. പുലിമുരുകന്റെ 100 കോടി, ലൂസിഫറിന് 150 കോടി കളക്ഷൻ ഒടിയന്റെ. ഇങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ ഈ കളക്ഷനും ഈ ഒരു ബിസിനസ്സും ഫിഗേഴ്സ് ഒക്കെ നമുക്ക് മലയാളത്തിൽ തന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടർ മാത്രമല്ലേ. അപ്പോഴും എല്ലാ ആക്ടേഴ്സും ഇവിടെ ഉണ്ട്, എല്ലാ ആക്ടേഴ്സും സിനിമ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് ഒരേ ആക്ടർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല അതൊന്നും ബ്രേക്ക് ചെയ്യാൻ. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇനി അടുത്ത ലാലേട്ടൻ സിനിമ വരണം. എമ്പുരാന്റെ റെക്കോർഡുകളൊക്കെ ഇനി ബ്രേക്ക് ചെയ്യാൻ ആകെ പറ്റുക L3 അത് ലൂസിഫറിന്റെ 3ാം ഭാഗത്തിന് മാത്രമേ പറ്റുള്ളൂ. അതാണ് കോൺഫിഡൻസ്. ഒരു ലാലേട്ടൻ ഫാനുള്ള ഒരു സന്തോഷം, കോൺഫിഡൻസും നമ്മളൊരു പറഞ്ഞ ഒരു പ്രൗഡ് ഫീലിംഗും അതാണ്. ഹേറ്റേഴ്സ് വന്ന് എന്ത് പറഞ്ഞാലും നമുക്കറിയാം എന്താണ് അദ്ദേഹം എന്നുള്ളത്. കാരണം അത്രത്തോളം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളെ ഉള്ളിൽ എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേര്, ഒരു ഫീലിംഗ്, അതാണ് ലാലേട്ടൻ. ഇനി 2-3 ദിവസം കഴിഞ്ഞ് എമ്പുരാൻ ഇറങ്ങുകയാണ്. ഞാൻ എന്റെ ഒരുപാട് വീഡിയോസ് മുമ്പ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞത് ഒരു 500 കോടി കളക്ഷൻ അതാണ് വേണ്ടത്. സിനിമയായിരിക്കുന്ന ഒരു ഡൗട്ടും ഇല്ല. നമുക്ക് വേണ്ടത് ഒരു 500 കോടി കളക്ഷനാണ് മിനിമം. ഈ പോക്ക് പോവാണെങ്കിൽ ഈസി ആയിട്ട് അത് നമ്മളെ കയ്യിലേക്ക് വരും എന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. നമ്മളെ മലയാള സിനിമയാണ് വളരുന്നത്, മലയാള സിനിമ ഇൻഡസ്ട്രിയാണ് വളരുന്നത്. ഇപ്പം ഹേറ്റേഴ്സ് വേറെ ആക്ടേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്ന കാര്യം എന്താ വെച്ചാല്, ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ നിന്ന് വന്നാലേ ഇനി അവരെ ആക്ടറിനെ വെച്ചിട്ട് വേറെ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു സിനിമ ചിന്തിക്കാൻ ആദ്യം മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു ആക്ടറോട് വേണം. ഇനി പൃഥ്വിരാജിനും മുരളിഗോപിക്കും ഒക്കെ വ്യക്തമായിട്ട് അറിയാം ഇത്ര ബിഗ് ബജറ്റിൽ ഒരു സിനിമ ലൂസിഫർ അന്ന് വരുമ്പോൾ 30 കോടിക്ക് അന്ന് വരുമ്പോൾ അത് ഹയസ്റ്റ് ബജറ്റാണ്. അങ്ങനത്തെ ഒരു സിനിമ അന്ന് വരുമ്പോൾ അത് മോഹൻലാൽ വേണം, എന്നാലും അത് തിരിച്ച് റിട്ടേൺ കിട്ടണമെന്ന് വ്യക്തമായ ധാരണ അവർക്കുണ്ട്. ഇപ്പൊ എമ്പുരാൻ ചെയ്യുമ്പോൾ അവർക്കറിയാം
അദ്ദേഹത്തിന്റെ താരമൂല്യം എന്താണെന്നുള്ളത്. സോ അതുകൊണ്ട് അങ്ങനെ സിനിമ സംഭവിച്ചു. ഇത് എല്ലാവർക്കും നല്ലതാണ്. നമ്മളെ മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ലതാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രി നല്ലതാണ്. നമ്മളെ മലയാള സിനിമയിൽ ആകെ ഒറ്റൊരു നെഗറ്റീവ് അല്ല, ഒരു ലാക്ക് ചെയ്യുന്ന സംഭവം ഈ ബിഗ് ടിക്കറ്റ്സ്, ബിഗ് ബഡ്ജറ്റ് മൂവീസ് വലിയ ക്യാൻവാസിൽ വരുന്നില്ല എന്നുള്ളതായിരുന്നു. ഇതോടെ അത് മാറട്ടെ. ഗംഭീര സിനിമയാവട്ടെ. KGF-നും ബാഹുബലിക്കും ഒക്കെ മുകളിൽ നിൽക്കുന്ന സിനിമയാവട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.